إن الحمد لله الذي فطر السماوات والأرض وجعل محمدا صلى الله عليه وسلم عبدا ورسولا وداعيا إلى الله وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله الذي أرسله بدين الحق بشيرا ونذيرا وداعيا إلى الله سراجا منيرا لينذر من كان حيا ويحق القول ولو كره الكافرون اللهم صل وسلم وبارك على سيدنا محمد سيد الثقلين وسيد الكائنات رحمة للعالمين أما بعد فيا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيلي فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين صدق الله العلي العظيم. സ്നേഹാദരവുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരും ദാസിമാരുമാകാൻ ഞാൻ എന്നെയും നിങ്ങളെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബകളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവ ദർശനവും കാരുണ്യ ദർശനവും തൊട്ടുകഴിഞ്ഞ ഖുതുബയിൽ അവിടുത്തെ ബഹുമുഖ മാതൃകയുടെ ഏതാനും സാമ്പിളുകളാണ് നാം പ്രതിപാദിച്ചത്. പ്രവാചക ജീവിതവും അവിടുത്തെ സന്ദേശവും അതൊരു സാഗരമാണ്. അതിലെ ഓളങ്ങൾ നിലക്കാതെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ പഴമ അതിനെ ഏൽക്കുന്നില്ല. കാലഘട്ടം കറങ്ങും തോറും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിയും തോറും നിത്യയൗവനത്തോടെ പ്രവാചക ദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ വിഷയ സംബന്ധമായ
ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, പഠിക്കാൻ, വിചിന്തനം നടത്താനുമുണ്ട്. പക്ഷേ ഇന്നത്തെ ഖുത്ബയോടുകൂടെ ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ധാരാളം അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഘട്ടം ഘട്ടങ്ങളായി വിഷയാധിഷ്ഠിതമായി പ്രവാചക പ്രവരന്റെ ദർശനങ്ങളുടെ പ്രസക്തി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. സത്യവിശ്വാസിയുടെ ഈമാനുമായി ബന്ധമുള്ള ഒരു വിഷയമാണിത്. പ്രവാചക സ്നേഹമില്ലാതെ ഒരാൾക്കും സത്യവിശ്വാസിയാവാൻ കഴിയില്ല എന്നാണ് ഖുർആനും ഹദീസും വ്യക്തമാക്കുന്നത്. പ്രവാചകനോട് ആത്മീയമായ, വൈകാരികമായ, ബൗദ്ധികമായ ബന്ധങ്ങളും കടപ്പാടുകളുമാണ് സത്യവിശ്വാസിക്ക് വേണ്ടത്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം വളരെ ഗഹനമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രവാചക സ്നേഹമില്ലാതെ ആരുടെയും വിശ്വാസം സമ്പൂർണമാവുകയില്ല എന്ന് പ്രവാചകൻ തന്നെ പറയുകയുണ്ടായി. ഖുർആനും അത് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രവാചകൻ തന്നെ പറയട്ടെ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾക്കും സമ്പൂർണമായ സത്യവിശ്വാസിയാവാൻ കഴിയില്ല. സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ ഞാൻ അവന് പ്രിയങ്കരനാവുന്നത് വരെ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സ്നേഹം, അനുരാഗം, പ്രേമം വേണ്ടത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അങ്ങനെ വരാത്ത പക്ഷം ഒരാളുടെ ഈമാൻ സമ്പൂർണമല്ല എന്നാണ് ഈ ഹദീസിന്റെ സാരം. ഇതിന് സമാനമായ ഹദീസുകൾ ധാരാളമായി വേറെയുമുണ്ട്, ഖുർആന്റെ വാക്യങ്ങളുമുണ്ട്. അല്ലാഹു പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഈ ഹദീസിന്റെ ഒരു വ്യാഖ്യാനം പോലെ യഥാർത്ഥത്തിൽ ഖുർആന്റെ വ്യാഖ്യാനമായിട്ടാണ് ഹദീസുകൾ വരുന്നത്. ഇവിടെ തൊട്ടടുത്ത് പറഞ്ഞ ഹദീസിനെ ഒന്നുകൂടി വിശദമായി പറയുന്നത് പോലെയാണ് ഈ ആയത്ത് അനുഭവപ്പെടുന്നത്. പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, അവിടുന്ന് ചോദിക്കുക, അവിടുന്ന് പ്രഖ്യാപിക്കുക, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരന്മാരും സഹോദരിമാരും, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുടുംബങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങൾ, ഇതൊക്കെ തന്നെ അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിന
ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരമാണോ എങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം നിങ്ങൾ കാത്തുകൊള്ളുക. നിങ്ങളുടെ പാപം ശരിയല്ല, നിങ്ങളുടെ നിലപാട് ശരിയല്ല. അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിന പ്രയത്നം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരം നിങ്ങളുടെ പിതാക്കളും മാതാക്കളുമാണെങ്കിൽ, നിങ്ങളുടെ മക്കളാണെങ്കിൽ, സഹോദരന്മാരും സഹോദരിമാരുമാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരാണെങ്കിൽ, സ്ത്രീകളോട് പറയുന്നു നിങ്ങളുടെ ഭർത്താക്കന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് ആരെങ്കിലുമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിന്റെ കൂമ്പാരമുണ്ടല്ലോ അതാണെങ്കിൽ, അല്ല എങ്കിൽ നിങ്ങളുടെ കച്ചവടമാണെങ്കിൽ, ബിസിനസ് സ്ഥാപനമാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ അദാബിനെ കാത്തുകൊള്ളുക എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ തീരുമാനം നിങ്ങൾ കാത്തുകൊള്ളുക. അപ്പോൾ അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള കഠിനമായ പ്രയത്നം, ആ പ്രയത്നത്തെക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരം നിങ്ങളുടെ ഉറ്റവരോ ഉടയവരോ സ്വത്തോ സമ്പാദ്യമോ ആയാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണമെന്നാണ്. മാത്രമല്ല ഈ ആയത്തിന്റെ തുടർച്ചയായി അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു തആല തെമ്മാടികളായ സമൂഹത്തെ അല്ലാഹു മാർഗദർശനം നടത്തുകയില്ല എന്ന്. അപ്പോൾ അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളെക്കാൾ, പ്രബോധന പ്രവർത്തനങ്ങളെക്കാൾ, അല്ലെങ്കിൽ മറ്റുള്ള ത്യാഗങ്ങളെക്കാൾ, കഠിനമായ യത്നങ്ങളെക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരം നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികളാണ് എങ്കിൽ നിങ്ങൾ തെമ്മാടികളുടെ പട്ടികയിൽപ്പെട്ടവരാണ്. തെമ്മാടികളുടെ പട്ടികയിൽപ്പെട്ടവരാണ്. അത്തരം തെമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുകയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അല്ലാഹുവിനോടുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, നമ്മുടെ ചർച്ച പ്രവാചക സ്നേഹമാണ്. പ്രവാചക സ്നേഹം തന്നെയാണ് അല്ലാഹുവിനോടുള്ള സ്നേഹം. അല്ലാഹുവിനോടുള്ള സ്നേഹം വേറെ, പ്രവാചകനോടുള്ള സ്നേഹം വേറെയല്ല. അല്ലാഹുവിനോടുള്ള സ്നേഹം പ്രവാചകനോടുള്ള സ്നേഹമാണ്. പ്രവാചകനോടുള്ള സ്നേഹം അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. പ്രവാചകനെ എന്തുകൊണ്ട് നാം ഇഷ്ടപ്പെടുന്നു? പ്രവാചകൻ അല്ലാഹുവിന്റെ ദൂതനായത്, അല്ലാഹുവിന്റെ റസൂലായതുകൊണ്ടാണ് പ്രവാചകനെ നാം സ്നേഹിക്കുന്നത്, പ്രവാചകനെ നാം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള പ്രവാചക സ്നേഹമുണ്ടല്ലോ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നതുണ്ടല്ലോ, ഈമാനിന്റെ മാധുര്യത്തിന്റെ ലക്ഷണമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങളുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തിയിൽ ഉണ്ടായോ അവർക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു എന്ന്. അതിൽ ഒന്നാമത്തെ കാര്യം യുഹിബ്ബ അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും അവരല്ലാത്തവരെക്കാൾ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഒരാൾ താൻ ഏറ്റവും പ്രിയപ്പെടുന്നത് അല്ലാഹുവും അവന്റെ റസൂലുമായിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നത് അത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. ഖുർആൻ അടിക്കടി പറഞ്ഞതാണ്. പലപ്പോഴും ഖുതുബകളിൽ നാം കേൾക്കാറുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അല്ലാഹു അവന്റെ
മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തും സലാം ചൊല്ലുക എന്ന് അല്ലാഹു പറഞ്ഞതാണ്. സ്വലാത്തിന്റെ വിഷയത്തിൽ ആർക്കും തർക്കമില്ലാത്തതാണ്. എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും സ്വലാത്തിന്റെ കാര്യത്തിൽ വളരെ ഏകോപിതമായ അഭിപ്രായം പറഞ്ഞവരാണ്. എല്ലാ ഇമാമുമാരും എല്ലാ മഹാന്മാരും സ്വലാത്ത് ഒരു വിശ്വാസിയുടെ ഒരു ആത്മാവായി വരേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് കേൾക്കുമ്പോൾ, അവിടുത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ വരുമ്പോൾ സ്വലാത്ത് ചൊല്ലേണ്ടത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. യഥാർത്ഥമായ ലുബ്ധനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ആ ലുബ്ധൻ ആരാണെന്ന്? എന്റെ പേർ അവന്റെ മുമ്പാകെ ഉച്ചരിക്കപ്പെട്ടു, പക്ഷേ അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അങ്ങനത്തെവരാണ് പിശുക്കന്മാർ, ലുബ്ധന്മാർ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം തിർമിദി തന്റെ സുനൻ തിർമിദിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് പ്രവാചക സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. പ്രവാചക സ്നേഹത്തെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് പകുത്തു വെക്കാം. ഒന്ന് ഇത്തിബാഉൻ നബി, പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യുക, അനുഗമിക്കുക, അവിടുത്തെ ജീവിതത്തെ പിന്തുടരുക. അതാണ് മർമ്മപ്രധാനം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക, കേൾക്കാത്തപ്പോഴും സ്വലാത്ത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? 3 കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടായാൽ അവർക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു. ഒന്ന്, അല്ലാഹുവും അവന്റെ റസൂലും ഒരു സത്യവിശ്വാസിക്ക് മറ്റ് എല്ലാത്തിനേക്കാൾ ഇഷ്ടമായിരിക്കണം. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ യുഹിബ്ബൽ മർഉ അൻ യുഹിബ്ബ അൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാള് മറ്റൊരാളെ സ്നേഹിക്കണം. അയാളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ ആയിരിക്കുകയില്ല. ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടമാണ്. ഏത് വിഷയത്തിലാണ് ഇഷ്ടം? അല്ലാഹുവിന്റെ മാർഗത്തിലാണ് ഇഷ്ടം. അയാൾ നല്ല മനുഷ്യനാണ്, സ്വാലിഹാണ്, അയാളിൽ ഒരുപാട് നന്മകളുള്ള ആളാണ്. ആയതുകൊണ്ട് മാത്രമാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു. അതുപോലെ മൂന്നാമത്തെ ആളിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. കുഫറിലേക്ക് മടങ്ങുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളാണ്, ഈമാനിലാണ്, സത്യവിശ്വാസിയാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുഫ്രിയത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് തന്നെ പിടിച്ചുകൊണ്ട് തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയുന്നതിനേക്കാൾ തള്ളുന്നതിനേക്കാൾ ഏറ്റവും ശക്തമായ വെറുപ്പായിരിക്കുന്നത്. അപ്പോ ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹുവും അവന്റെ റസൂലും ഏറ്റവും പ്രിയങ്കരനാവുക മറ്റുള്ളവരെക്കാൾ. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരാളെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. മൂന്നാമത്തത്, കുഫ്രിയത്തിലേക്ക് പോയി ചാടുന്നതിന്, തന്നെ തീക്കുണ്ടാരത്തിൽ തള്ളിയിടുന്നതിനേക്കാൾ കൂടുതൽ വെറുക്കുക. ഈ 3 കാര്യങ്ങൾ ആരെങ്കിലും ഒരുമിച്ച് കൂടിയാൽ അവർക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വെച്ച് പുലർത്തേണ്ട സ്നേഹത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്
സൂറത്ത് തൗബയിലെ 24-ാം ആയത്താണ് നേരത്തെ ഞാൻ വിവരിച്ചത്. ഇനി സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാത്തുഹും. സത്യവിശ്വാസികളെ സംബന്ധിച്ച് പ്രവാചകനാണ് ഒന്നാമൻ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പ്രവാചകനാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത്. പ്രവാചക പത്നിമാരെല്ലാം സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്നുകൂടി ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ? എന്താണ് അല്ലാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ? നേരത്തെ നാം ഇവിടെ ഉദ്ധരിച്ച ആയത്തിൽ അല്ലാഹു കുറേ പേര് എടുത്തു പറഞ്ഞു. ബാപ്പാര്, ഉമ്മാര്, മക്കള്, സഹോദരങ്ങള്, വീട്, കച്ചവടം എന്നൊക്കെ. ഇതിനേക്കാൾ റസൂലുള്ളാഹിയോട് സ്നേഹം ഉണ്ടാവൽ എങ്ങനെയാണ്? ഒരു ഒരേ സമയത്ത് നമ്മുടെ കച്ചവടത്തിനോടുള്ള താല്പര്യം റസൂലുള്ളാഹിയോടുള്ള താല്പര്യവും കൂടി വരുമ്പോ റസൂലുള്ളാഹിയോടുള്ള താല്പര്യങ്ങളെ നാം മുന്തിക്കുന്നുവെങ്കിൽ, അതിന് മുൻഗണന നൽകുന്നുവെങ്കിൽ, നമുക്ക് നമ്മുടെ കച്ചവട സ്ഥാപനത്തെക്കാൾ റസൂലുള്ളാഹിയാണ് നമുക്ക് വലുത്. റസൂലുള്ളാഹിയോടാണ് ഇഷ്ടം, അല്ലാഹുവിനോടാണ് ഇഷ്ടം എന്ന് പറയാം. ജമാഅത്ത് നമസ്കാരം നടക്കുന്ന സമയം അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. റസൂലുള്ളാഹിയോട് സ്നേഹമുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? മസ്ജിദിൽ വന്നുകൊണ്ട് ജമാഅത്തായി നമസ്കരിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവർ ബാങ്ക് കേട്ടാൽ വേഗം മസ്ജിദിലേക്ക് ഓടി വരികയാണ് വേണ്ടത്. ആ സമയത്ത് കച്ചവടമുണ്ട്, അല്ലെങ്കിൽ വേറെ ചില കുടുംബ വിഷയങ്ങളുണ്ട്. അതൊക്കെ മുന്നിൽ വരുമ്പോ ആ കുടുംബ വിഷയങ്ങളെക്കാൾ, കച്ചവട സ്ഥാപനങ്ങളെക്കാൾ, മറ്റുള്ള ഭൗതികമായ താല്പര്യങ്ങളെക്കാൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ പരിഗണന നൽകുന്നതാണ് പ്രവാചക സ്നേഹം. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് ഡ്രസ് എടുക്കുകയാണ്, ഭാര്യയ്ക്കും മക്കൾക്കും ഡ്രസ് എടുക്കുകയാണ്. അവർ പല ഫാഷനുകൾ പറയുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന ഫാഷനുകൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഫാഷനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്ത ഫാഷനാണ്. അവർക്ക് വെളിവാകുന്ന വസ്ത്രങ്ങളാണ് അവർ പറയുന്നത്. എങ്കിൽ അവിടെ നിങ്ങളുടെ പെൺമക്കൾ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ പറയുന്നത് അത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടത്തിന് എതിരാണ് എങ്കിൽ നിങ്ങൾ അവർക്ക് മുൻഗണന നൽകിയിട്ട് ഭാര്യമാരെയും മക്കളെയും പരിഗണിച്ച് അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത ഡ്രസ്സുകളാണ്, ഫാഷനുകളാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന കാത്തുകൊള്ളുക. നിങ്ങൾ കാത്തുകൊള്ളുക. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ കാത്തുകൊള്ളുക. അല്ലാഹുവിന്റെ വാണിക. ഇവിടെ നാം പ്രവാചക സ്നേഹത്തെ നാം വിലയിരുത്തേണ്ടത്. എനിക്ക് പ്രവാചകനോട് വലിയ സ്നേഹമാണ്, എനിക്ക് പ്രവാചകനോട് വലിയ ഹെൽപ്പാണ്. നമ്മൾ പറയാനൊരു പണിയില്ല, ഒരു പ്രയാസമില്ല. പക്ഷേ ജീവിതത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം കാണിച്ചു കൊടുക്കണം. വേഷവിധാനങ്ങളിൽ പ്രവാചകനോടുള്ള സ്നേഹം കാണിച്ചു കൊടുക്കണം. നമ്മിൽ പലരുടെയും വേഷങ്ങളൊന്ന് പരിശോധിച്ചാൽ എങ്ങനെ? പലരുടെയും വേഷങ്ങൾ, പലരുടെയും നമസ്കാരങ്ങൾ തന്നെ സാധുവാകുമോ എന്ന് സംശയിക്കേണ്ടി വന്നിരിക്കുന്നു. പല ചെറുപ്പക്കാരുടെയും പുതിയ ചിലതരം ജീൻസ്, ആ ജീൻസുകൾ ഇറങ്ങി അരയൊന്നും ഉറക്കമില്ലാതെ ലൂസായിട്ട് സുജൂദിൽ കിടക്കുമ്പോ പലരുടെയും ഇന്നർവെയർ കാണേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ പലർക്കും ഉള്ളത്. ചിന്തിക്കണം, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. ഏത് ഫാഷൻ ഭ്രമമാണ് നിനക്ക് പറ്റിയത്? നിന്റെ റസൂലിനോടാണോ ഇഷ്ടം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുവിനോടാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിനക്ക് ഇത്തരം ഡ്രസ്സുകൾ കാണിച്ചു തരുന്ന സ്പോർട്സ് താരങ്ങളോടോ സിനിമാ സ്റ്റാറുകളോടാണോ നിനക്ക് ഇഷ്ടം? നിനക്ക് ഇഷ്ടം പരിശോധിക്കുന്നത് ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കിക്കൊണ്ടാണ്. ലൈഫ് സ്റ്റൈൽ നാം ഏതാണ് സ്വീകരിക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ,
ഇഷ്ടം എന്നത് നാവിലൂടെ പറഞ്ഞു പോകാനുള്ളതല്ല, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനുള്ളതാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകനോടുള്ള സ്നേഹം തന്റെ സ്വന്തം ജീവിതത്തെക്കാൾ, സ്വന്തം ജീവനേക്കാൾ പ്രവാചകനോടുള്ള സ്നേഹമുള്ളവരായിരുന്നു സ്വഹാബാക്കൾ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള സ്വഹാബാക്കളോടെല്ലാം പോകാൻ പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖേ പോകല്ലേ, നീ ഞാൻ പറയുമ്പോൾ പുറപ്പെട്ടാൽ മതിയല്ലോ. അങ്ങനെ ഒരു പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പെട്ടെന്ന് വന്ന് കയറി. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളായ അസ്മാഉം ആയിഷയും റളിയല്ലാഹു തആല അൻഹുമാവും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്കി, ഇവിടെ വേറെ ആരുമില്ലല്ലോ, എന്നാൽ അല്ലാഹു തആല അവന്റെ അടിമക്ക് ഹിജ്റ പോകാൻ സമ്മതം തന്നിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അസ്സഹബത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാനും വരട്ടെയോ ഒപ്പം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു പൊഴിയുകയാണ്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരാൾക്ക് ആനന്ദാശ്രു വരുമെന്ന്, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് ഒരാൾ കരയുമെന്ന് അന്ന് എന്റെ പിതാവിന്റെ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീർ കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റയെ അനുഗമിക്കാൻ സിദ്ദീഖിന് അനുവാദം കിട്ടിയപ്പോ സിദ്ദീഖിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സിദ്ദീഖ് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷം. ഹിജ്റ പോകുന്ന വേളയിൽ ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറച്ചു നേരം മുമ്പിൽ നടക്കും സിദ്ദീഖ്. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും ബാക്കിലേക്ക് വരും. എന്തിന്? തനിക്കെന്ത് പറ്റിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒന്നും പറ്റരുത് എന്ന് ആഗ്രഹിച്ചു. ഹിറാ ഗുഹയിൽ കയറി, എന്നിട്ട് ഗുഹയിൽ അവിടുന്ന് അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടന്നു. അങ്ങനെ അവിടെ വിശ്രമിച്ചു. അവിടെ ഒരു ചരിത്രത്തിൽ പറയുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണീര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിലേക്ക് ഊറ്റി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു എന്നാണ്. അതിനെക്കുറിച്ച് ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വാരത്തൗറിൽ കയറിയിട്ട് എല്ലാ ദ്വാരങ്ങളും അടച്ചു തുണികൾ കൊണ്ട്. ഒരു ദ്വാരം ഉണ്ടായി അടക്കാൻ കഴിഞ്ഞില്ല. അവിടെ തന്റെ വിരല് വെച്ചു എന്നാണ്. ആ വിരല് ശക്തമായി എന്തോ കൊത്തി. ആ വേദന കൊണ്ട് അദ്ദേഹം കരഞ്ഞു. കരഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിലേക്ക് ഊറ്റിയിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരറ്റ സ്നേഹത്തിന്റെ വലിയ ഉദാഹരണമായിരുന്നു സിദ്ദീഖ്. ഒരിക്കൽ ഇസ്ലാമിക പ്രബോധന ഘട്ടത്തിന്റെ തുടക്കമാണ്. മക്കയിലെ ഖുറൈശികൾ വളരെ കിരാതമായി പ്രവാചകരെയും സ്വഹാബികളെയും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖും തക്കം പാത്തുകൊണ്ട് കഅബയുടെ പരിസരത്ത് പോയിക്കൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയം അദ്ദേഹം രണ്ടുപേരും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഖുറൈശികൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖിനെയും ആക്രമിക്കുകയുണ്ടായി. ആക്രമിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വന്നു. ബോധം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ മാതാവുണ്ടായിരുന്നു, വെള്ളവുമായിട്ട്. മാതാവിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിയെ കാണുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കുകയില്ല. എന്റെ പ്രവാചകനെ കാണും, എന്നിട്ട് മതി എനിക്ക് വെള്ളം. അപ്പോൾ തന്റെ സ്വന്തം ശരീരത്തിനേക്കാൾ, ജീവനേക്കാൾ പ്രവാചകന്റെ സ്നേഹത്തെ, പ്രവാചകനെ തെരഞ്ഞെടുത്തവരായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു തആല. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്വഹാബി ഉണ്ടായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക ലഅഹബ്ബ ഇലയ്യ മിൻ നഫ്സി, ഇന്നക ലഅഹബ്ബ ഇലയ്യ മിൻ വലിദയ്യ മിൻ വലദി. അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് എന്റെ മക്കളെക്കാൾ സ്നേഹം, എനിക്ക് എന്റെ മാതാപിതാക്കളെക്കാൾ സ്നേഹം, എനിക്ക് എന്നേക്കാൾ സ്നേഹം അങ്ങയോടാണ് നബിയേ. ഞാൻ ഇവിടെ അങ്ങയോടൊപ്പം നമസ്കരിച്ച് വീട്ടിലേക്ക് പോയാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ അങ്ങയുടെ പൂമുഖം എന്റെ മുമ്പിൽ കഴിഞ്ഞു വരും. അപ്പോൾ അങ്ങയുടെ മുഖം കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാകും. ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വരും. എന്നിട്ട് അങ്ങയുടെ മുഖത്തേക്ക് വന്നുകൊണ്ട് നോക്കിയാൽ മാത്രമാണ് പ്രവാചകരെ
എനിക്ക് സമാധാനം വരികയുള്ളൂ. പ്രവാചകരെ, ഞാൻ ഇപ്പോൾ വന്നത് എനിക്കൊരു സംശയം തീർക്കാനാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇവിടെ മസ്ജിദ് നബവിയിലായാൽ അങ്ങയെ കാണാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ, വീട്ടിലെത്തിയിട്ട് അങ്ങയെ കാണാൻ ആഗ്രഹം വന്നാൽ പെട്ടെന്ന് വന്നിട്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. എന്നാൽ മരിച്ചു പോയാൽ, നാം സ്വർഗസ്ഥരായാൽ, അങ്ങ് അമ്പിയാക്കന്മാരുടെ വലിയ വലിയ പദവികളിലായിരിക്കില്ലേ? ഞാൻ ഏതോ താഴ്ന്ന ഒരു ദർജയിലായിരിക്കില്ലേ? അപ്പൊ എനിക്ക് അവിടുത്തെ ഭൂമുഖം കാണാൻ എന്താണ് കഴിയുക? അതിനെനിക്ക് കഴിയുമോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം കേട്ട് അല്പം സ്തബ്ധനായിരിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, വമയുതഅല്ലാഹ വറസൂല വഉലൈക മഅല്ലദീന അനഅല്ലാഹു അലൈഹിം മിനന്നബിയ്യീന വസ്ദിഖീൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ വഹി ഇറക്കി കൊടുത്തു. എന്താണ് വഹി? തീർച്ചയായിട്ടും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ചര്യകൾ അനുധാവനം ചെയ്യണം. ഇത്തിബാഉ റസൂലിനെ. എന്നിട്ട് അങ്ങനെയുള്ള കൂട്ടര് അവർ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും ഒപ്പം സ്വർഗ്ഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവിടെ ഒരു വഹി ഇറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി ഇറങ്ങി. ആ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്നേഹം അങ്ങയോടാണ് നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റൂല ഈമാൻ പൂർത്തിയാവില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നബി, എനിക്ക് എന്നേക്കാൾ സ്നേഹം അങ്ങയോടാണ്. അല്ല സദഖ്തയ ഉമർ. ഉമറേ, ഇപ്പോഴാണ് നീ സത്യം പറഞ്ഞത്. നിന്നെക്കാൾ സ്വന്തം ശരീരത്തേക്കാൾ സ്വന്തം ആത്മാവിനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകനെ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഉമറേ സത്യവിശ്വാസം സമ്പൂർണ്ണമാകൂ എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എത്രയോ അവിടത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്ന കവികൾ, കലാകാരന്മാർ, പ്രതിഭകൾ ഒക്കെ തന്നെ പിന്നീട് അവിടുത്തെ സ്നേഹത്തിന്റെ മുമ്പിൽ ഒട്ടുമടക്കി. അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു. കഅബ് ബിൻ സുഹൈർ വിശ്വ പ്രസിദ്ധനായ കവിയായിരുന്നു. ആ കവി ജാഹിലിയ്യ കാലഘട്ടത്തിൽ പ്രവാചകനെ രൂക്ഷമായി കൊണ്ട് വിമർശിച്ചുകൊണ്ട് കവിത രചിക്കുകയുണ്ടായി. എന്നിട്ട് കവിത ആരംഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്തിന്റെയും കാരുണ്യത്തിന്റെയും സവിശേഷതകൾ മനസ്സിലാക്കിയതിനും പിന്നീട് പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് മുസ്ലിമായി തീരുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രൂക്ഷമായ വിമർശനം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ വധിക്കുവാൻ പ്രവാചകൻ പത്തു കൊടുത്തിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം വേഷ പ്രച്ഛന്നനായി കൊണ്ടുവന്ന് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം കഅബാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ വരുന്ന വഴിയിൽ ആളുകൾ അദ്ദേഹത്തിന്റെ തലയിലെത്തുമായി. അദ്ദേഹം ആർക്ക് പിടികൊടുക്കാതെ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയവർ അവർ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് മാപ്പ് ചോദിച്ചാൽ അങ്ങ് മാപ്പ് കൊടുക്കുമോ? പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും. അത് കഅബ് ബിൻ സുഹൈർ ആയാലോ തീർച്ചയായിട്ടും സംശയമില്ലാത്ത. എന്നാൽ ഞാൻ കഅബാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മാപ്പ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈയിടെയായി നമുക്കൊരു കലാകാരന്റെ പരിചയം ഉണ്ടായിരിക്കും. 2008
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചുകൊണ്ട് ഫിത്ന എന്ന സിനിമ നിർമ്മിച്ച ആർണോൾഡ് വാൻ ഡൂൻ എന്ന ഡച്ച് കലാകാരൻ, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രൂക്ഷമായി വിമർശിച്ചു. ഇസ്ലാമിക ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു ആ സിനിമ. കാരണം പ്രവാചകനെ നികൃഷ്ടനായി നീചനായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയായിരുന്നു. എന്നാൽ അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മദീനയിലെ റൗള ശരീഫിൽ പോവുകയുണ്ടായി. അദ്ദേഹം പ്രവാചകനെ കുറിച്ച് പഠിക്കുകയാണ്. അദ്ദേഹം പിന്നീട് ചിന്തിക്കുകയാണ്, എന്താണ് ഈ സിനിമക്ക് ഇത്ര രൂക്ഷമായ വിമർശനം വരാൻ കാരണം. അദ്ദേഹം പ്രവാചകനെ കുറിച്ച് പഠിച്ചു, നന്നായിട്ട് പഠിച്ചു അവസാനം ഇതൊരു അത്ഭുതമാണ് പ്രവാചകൻ എന്ന വ്യക്തിത്വം, ഇസ്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ഡച്ചിലെ വലിയ കലാകാരനായ, അവിടുത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന ആർണോൾഡ് വാൻ ഡൂൻ എന്ന കലാകാരൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമ മുഴക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ചു. പുണ്യ റസൂലിനെ മാപ്പ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ അദ്ദേഹം നിൽക്കുന്ന ചിത്രം ചില പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഏത് കാലത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയാൻ ശ്രമിച്ചാൽ അവിടുത്തെ സ്നേഹത്തിൽ വല്ലാതെ ആഴ്ന്നിറങ്ങുന്ന പതിവുണ്ടായി, അവിടുത്തെ സ്നേഹത്തിൽ വല്ലാതെ ആഴ്ന്നിറങ്ങുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു അവിടുത്തെ വാങ്ങുകാരൻ ബിലാൽ റളിയല്ലാഹു അൻഹു. സമയമില്ല, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വാങ്ങുകാരനായിരുന്നു. പക്ഷേ പ്രവാചകന്റെ വഫാത്തിന് ശേഷം മസ്ജിദ് നബവിയിൽ ഇരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. പ്രവാചകനില്ലാതെ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്നത് പ്രവാചകന്റെ സങ്കടക്കടലായി, ബിലാലിന്റെ സങ്കടക്കടലായി. ബിലാലിന് ഓർക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകനില്ലാത്ത, പ്രവാചകൻ ഇമാം നിൽക്കാത്ത ആ മസ്ജിദ് നബവിയിലേക്ക് കടക്കുമ്പോഴേക്ക് ബിലാൽ ഗദ്ഗതപ്പെടുമായിരുന്നു, സങ്കടങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുമായിരുന്നു. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം ബാങ്ക് മുഴക്കാൻ ബിലാലിന് കഴിഞ്ഞില്ല. ബിലാൽ പലപ്പോഴും ബാങ്ക് മുഴക്കി നോക്കി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ബാങ്കിന്റെ ഈ കലിമത്ത് പൂർത്തിയാക്കാൻ ബിലാലിന് പലപ്പോഴും കഴിഞ്ഞില്ല. കാരണം ബിലാലിന്റെ പ്രവാചക സ്നേഹം അത്രയും വലുതായിരുന്നു. അവിടുത്തെ നാമം മൊഴിയുമ്പോഴേക്ക് ബിലാലിന്റെ ഘട്ടവിടവുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ബിലാൽ മദീന വിടുകയാണ്, ഷാമിലേക്ക് പോവുകയാണ്. ഷാമിൽ പോയി അവിടെ ജീവിച്ചു കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണകാലമായിരുന്നു. ഉമറിന്റെ നിർബന്ധപ്രകാരം ബിലാൽ റളിയല്ലാഹു തആല അൻഹു അന്ന് സുബഹിന്റെ മുമ്പുള്ള സുബഹിന്റെ 2 ബാങ്ക്, ആദ്യത്തെ ബാങ്ക് തഹജ്ജുദിന്റെ അതിനുള്ള അറിയിക്കാനുള്ള ബാങ്ക്, ആ ബാങ്ക് കൊടുക്കാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു. അദ്ദേഹം അതിന് മുതിർന്നു. അങ്ങനെ അദ്ദേഹം ബാങ്ക് മുഴക്കി, വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ബിലാലിന്റെ ബാങ്ക് കേട്ട് മദീന നഗരം മിന്നിപ്പൊട്ടി. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കരഞ്ഞു. കാരണം അവരെല്ലാം പ്രവാചകന്റെ കാലഘട്ടം ഓർത്തുപോയി. കാരണം ബിലാലിന്റെ ബാങ്ക് അവർ മുമ്പ് കേട്ടത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചക സ്നേഹം അത് വലിയ കാര്യമാണ്. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഈ മാണിക്യ കൊട്ടാരം പണിയണം. ആ മാണിക്യ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ വാഴിക്കണം. ആ രാജകുമാരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ എല്ലാ രംഗങ്ങളിലും മാർഗദർശനം നടത്തുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വളരെ പുണ്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ 10 സ്വലാത്ത് അല്ലാഹു ചൊല്ലും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, എന്താണ് അല്ലാഹു നമുക്ക് 10 സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ? നാം ഒരു സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചൊല്ലിയാൽ അല്ലാഹു 10 സ്വലാത്ത് നമുക്ക് ചൊല്ലുന്നു പറഞ്ഞാൽ അല്ലാഹു നമുക്ക് 10 നന്മകൾ തരുന്നു. എന്താണ് സ്വലാത്തിന്റെ അർത്ഥം? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തേട്ടമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവികൾ വർദ്ധിക്കുവാൻ വേണ്ടി അല്ലാഹു തആലയോട് നാം തേടുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്തിനാണ്? ആ പ്രാർത്ഥന അത് റസൂലുള്ളാഹിക്ക് പദവി വർദ്ധിക്കാനല്ല, നമ്മുടെ പദവി വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പദവി വർദ്ധിക്കുവാനാണ് ആ പ്രാർത്ഥന നമ്മോട് ചെയ്യാൻ വേണ്ടി, സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നമ്മോടൊരു നിയമമായി പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ബാങ്കിന്റെ നിറകേണ്ട പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. സമയമില്ല, അതുകൊണ്ട് ആ ബാങ്കിന്റെ പിറകേണ്ട പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടി ഒന്നുമില്ല. അതിന്റെ പദങ്ങൾ പരിശോധിച്ചാൽ മതി, സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. ആ പദങ്ങളിൽ മുഴുവൻ അല്ലാഹുവേ റസൂലുള്ളാഹി കൊടുക്ക്, വസീല കൊടുക്ക്, ഫളീല കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന, അല്ലെ? മയ്യിത്ത് നിസ്കാരത്തിലും അവിടത്തേക്ക് ഫാത്തിഹ കഴിഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് നിസ്കരിക്കാൻ പോകുകയാണ്. റസൂലുള്ളാഹി സലാം പറയും, അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബി അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം. അത് കഴിഞ്ഞു അത്തഹിയ്യാത്ത്, അത് കഴിഞ്ഞു സ്വലാത്ത് ഇബ്രാഹിം. സ്വലാത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്വലാത്ത് ഇബ്രാഹിമിയാണ്. നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന നിസ്കാരം, ആ സ്വലാത്താണ് ഏറ്റവും പ്രാധാന്യം. വേറെ ഏത് സ്വലാത്തിപ്പോ പല സ്വലാത്തുകളായിരിക്കും, പല റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത പദങ്ങൾ കൊണ്ട് വരെ സ്വലാത്ത് ചെല്ലുന്ന ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്. സ്വലാത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി അല്ലത്തി ഹിയത്തി അദ്രികനി യാ റസൂലുള്ളാഹ്. എന്താണ് അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഉണ്ടാവട്ടെ. ഖുദ് ബിയദി അല്ലത്തി ഹിയത്തി അദ്രികനി യാ റസൂലുള്ളാഹ്, എന്റെ കൈപിടിക്കൂ റസൂലേ, എന്റെ തന്ത്രങ്ങളെല്ലാം കുറഞ്ഞു പോയിരിക്കുന്ന റസൂലേ, അതുകൊണ്ട് എന്നെ അടുത്തേക്ക് എത്തിക്കൂ റസൂലേ. ഇത് അല്ലാഹുവിന്റെ റസൂലിന് പൊരുത്തപ്പെടാത്ത വചനങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും അല്പമെങ്കിലും സ്നേഹമുണ്ട് എങ്കിൽ ഈ വചനം നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് വരാൻ പാടില്ല. കാരണം എന്താ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് തേടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവികൾ വർദ്ധിക്കുവാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാൻ പാടില്ല. തേട്ടം അല്ലാഹുവിനോടാണ്. തേട്ടം പ്രവാചകന്മാരോടായത് അത് ക്രിസ്ത്യാനികളെ പെടുക്കാൻ കാരണം അങ്ങനെയാണ്. അതുകൊണ്ട് തേട്ടം അല്ലാഹുവിനോട് മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ധാരാളമായി പ്രാർത്ഥിക്കുക. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അങ്ങനെ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വേറെ ചില സ്വലാത്തുകൾ കാണും. സ്വലാത്തുൻ നാരിയ എന്ന പേരിൽ ഒരേ ഫേമസ് ആയ ഒരു സ്വലാത്ത് കാണപ്പെടുന്നു. ആ സ്വലാത്തിൽ പ്രവാചകനെ കൊണ്ട് കെട്ടുകൽപ്പനയും ഇതൊന്നും ഖുർആനിന്റെയോ ഹദീസിന്റെയോ യാതൊരു പിൻബലവും ഇല്ലാത്ത ചില വചനങ്ങളാണ് എന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈമാനികമായി പഠിച്ചതുകൊണ്ട് അറിവുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. പുണ്യം കിട്ടാൻ ആഗ്രഹിച്ചിട്ട് വല്ലതും ആരെങ്കിലും ഒരു വിടുന്നുവെങ്കിൽ അത് ഖുർആനിൽ വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വഹാബത്ത് പഠിപ്പിച്ചത്, അത് എന്താണ് എന്തല്ല എന്ന് ഒരു വിരൽ അമർത്തിയാൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ സാങ്കേതിക രംഗം നടന്നിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ സ്വലാത്തുകളിൽ ഫൈന സ്വലാത്തുകും മഅറൂദ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് വെളിപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തും. ഞാൻ ഈയിടെ ഒരാൾ പറഞ്ഞു, 1 കോടി സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വലയുണ്ട്, അതുകൊണ്ട് ഇത്ര സ്വലാത്ത് ചെല്ലിട്ട് ഇന്നാണ് മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാല് അത് മദീനത്തെത്തും. മദീനത്ത് ഇങ്ങനെ സ്വലാത്ത് കച്ചവടങ്ങളെ നാം തിരിച്ചറിയേണ്ടത്. സ്വലാത്ത് കച്ചവടങ്ങളും പൗരോഹിത്യവും അത് തിരിച്ചറിയേണ്ടതാണ്. സ്വലാത്ത് ഓരോ ആളുകൾ സ്വലാത്ത് എല്ലാം മദീനയിലേക്ക് എത്തും, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എത്തും. റസൂലുള്ളാഹി പറഞ്ഞാൽ അത് ആരെങ്കിലും മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് ആരെങ്കിലും പ്രത്യേക ഏൽപ്പിച്ചിട്ട് അതിന്റെ ആവശ്യമില്ല. ഓരോരുത്തർക്ക് എത്രയും കഴിയാൻ അത് അവർ ചെയ്യാം. അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉപ്പന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അവിടുന്ന് തന്നെയാണ് ആദ്യവും അവസാനവുമുള്ള പ്രേമവും ലഹരി. ആദ്യാവസാനമുള്ള സത്യവിശ്വാസിയുടെ പ്രേമമാകണം, അനുരാഗമായിരിക്കണം, ലഹരിയായിരിക്കണം. ഇസ്ലാം ദേശിനെ
തൂ മുസ്തഫബി, ഇസ്ലാം നിന്റെ ദേശമാണ്, നിന്റെ രാജ്യം ഇസ്ലാമാണ്, നിന്റെ ഈ മുസ്തഫബിയാണ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിയാണ് എന്ന് ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വാധീനിക്കാൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. اللهم صل على محمد. اوصيكم بتقوى الله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله صلى الله على سيدنا محمد وعلى اله واصحابه اجمعين. اللهم صل وسلم وبارك على سيدنا محمد وعلى ال محمد وبارك على محمد وعلى ال محمد انك حميد مجيد. اللهم صل على المؤمنين ابو بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب رضي الله تعالى عنهم. اولئك حزب الله فان حزب الله هم المفلحون. الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين. اللهم اذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم لا تشق قلبنا في النار. ربنا اتنا في الدنيا حسنه وفي الاخره حسنه